യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന രാഹുലിന് ശക്തമായ പിന്തുണ നൽകുന്നതും അതേസമയം എതിർപക്ഷത്തെ പരിഹസിക്കുന്നതുമാണ്. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ അദ്ദേഹത്തിന് നേരെ കയ്യേറ്റമൊന്നും ഉണ്ടാകില്ലെന്നും ചില ശബ്ദകോലാഹലങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുകയെന്നും മുരളീധരൻ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മുരളീധരൻ നൽകിയ മറുപടി അതിന്റെ രാഷ്ട്രീയപരമായ നർമ്മം കൊണ്ടും വിമർശനം കൊണ്ടും ശ്രദ്ധേയമാണ്. ചിലപ്പോൾ ചിലർ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കുമായിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഈ വാക്കുകൾ രാഹുലിനെതിരെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെയും അദ്ദേഹത്തെ വിമർശിക്കുന്നവരെയും പരോക്ഷമായി ലക്ഷ്യം വെച്ചുള്ളതാണ്. ഈ വിഷയത്തെ ഒരു തമാശയായി കണ്ട് തള്ളിക്കളയുന്ന കോൺഗ്രസിന്റെ നിലപാട് ഇതിലൂടെ വ്യക്തമാകുന്നു. കൂടാതെ നടനും MLA-യുമായ മുകേഷ് എഴുന്നേറ്റ് നിന്നാൽ UDF-ഉം ആ ശബ്ദം ഉണ്ടാക്കുമെന്നും AK ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവനകൾ രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി പരിഹസിക്കാനുള്ള ഒരു അവസരമായി മുരളീധരൻ ഉപയോഗിച്ചു. നിയമസഭയിലെ ശബ്ദ കോലാഹലങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ വിമർശനങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രകടമാകുന്നത്. അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾക്കപ്പുറം മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ വിധി കൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. സർക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണത്തെ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് വിഷയത്തിൽ നിയമപരമായ നടപടികളോടുള്ള പാർട്ടിയുടെ ബഹുമാനം സൂചിപ്പിക്കുന്നു. എന്നാൽ അതേസമയം ഇതുവരെ രാഹുലിനെതിരെ ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരോപണങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ചും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. പരാതി വന്നാൽ അത് പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ചും മുരളീധരൻ സംസാരിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ കൂടുതൽ നടപടികൾ ആവശ്യമില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒരു നേതാവിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും അതിനുശേഷം നിയമപരമായ നടപടികൾക്കായി കാത്തിരിക്കുകയും ചെയ്യുക എന്ന പതിവ് രീതിയാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാമെന്നും മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ പാർട്ടി സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഈ വിഷയത്തിൽ രാഹുലിന് നൽകുന്ന ശക്തമായ പിന്തുണയുടെ സൂചനയാണ്. രാഹുലിനെ കൈവിട്ട് കളയില്ലെന്നും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നുവെന്നും ഈ പ്രസ്താവനയിലൂടെ മുരളീധരൻ പറയാതെ പറയുന്നുണ്ട്. കെ മുരളീധരന്റെ ഈ പ്രസ്താവന നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുതിർന്ന നേതാവായ മുരളീധരൻ നൽകുന്ന പിന്തുണ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ രാഹുലിന് കൂടുതൽ വിശ്വാസം നേടിയെടുക്കാനും സഹായിക്കും. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് മുരളീധരന്റെ ഈ പ്രസ്താവന. നിയമസഭയിൽ രാഹുലിനെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവരെ മുൻകൂട്ടി പരിഹസിച്ചുകൊണ്ട് അവർക്ക് മറുപടി നൽകാനുള്ള അവസരം അദ്ദേഹം ഒരുക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു വ്യക്തമായ നയരേഖയുണ്ടെന്ന് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നു. നിയമപരമായ അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും നേതാക്കൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ പാർട്ടി തയ്യാറല്ല. രാഹുലിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾക്കപ്പുറം ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യാനാണ് മുരളീധരൻ ശ്രമിക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നേരെ തിരിച്ചാക്രമണം അഴിച്ചുവിടാനും അദ്ദേഹം മടിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് മുരളീധരന്റെ ഈ പ്രസ്താവനയിലൂടെയും വ്യക്തമാണ്. നിയമപരമായ വഴികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അതേസമയം രാഷ്ട്രീയപരമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് അദ്ദേഹം ഇവിടെ പുറത്തെടുത്തത്. ഇത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു താങ്ങായി മാറുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കി. ഈ വിഷയത്തിൽ പരാതി നൽകിയ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തുകയും ചെയ്യും. രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലുമാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ ആരോപണം ഉയർന്നതും. ഈ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പരാതിക്കാരനായ ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി രേഖപ്പെടുത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. പരാതിക്കാരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമേ രാഹുലിനെ ചോദ്യം ചെയ്യൂ. അതേസമയം വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കേസിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് രാഹുലിന് വീണ്ടും നോട്ടീസ് അയക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. ഗർഭചിത്ര വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പരാതി ഉന്നയിച്ചവരെ നേരിൽ കണ്ട് വിവരങ്ങൾ തിരക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. എന്നാൽ അന്വേഷണത്തിൽ ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. ആരോപണങ്ങൾക്ക് ആധാരമായ ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. കൂടാതെ മറുവശത്തുള്ള വ്യക്തി, അതായത് ആരോപണ വിധേയായ സ്ത്രീ പരാതി നൽകാത്ത പക്ഷം അന്വേഷണം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല.
ഈ നിയമപരമായ സാങ്കേതികതകൾ അന്വേഷണത്തിന്റെ ഭാവി എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയണം. മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഗൗരവത്തോടെയാണ് ക്രൈംബ്രാഞ്ച് കാണുന്നത്. നിലവിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തെളിവുകൾ ഉറപ്പിക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്.